കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നവളാ. എനിക്ക് എന്റേതായ ലക്ഷ്യങ്ങളും ഉണ്ട്. തടസ്സം നിൽക്കരുത്. അങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടിയ നിന്നെ പോലെയൊക്കെയുള്ള പെണ്ണുങ്ങൾ ചെന്ന് കിടക്കുന്നതേ ഇപ്പൊ സെൻട്രൽ ജയിലിനകത്താ. ഒരു കാലത്ത് പെണ്ണ് പറയുന്നതാ ന്യായം എന്നൊരു കീഴ്വഴക്കമുണ്ടായിരുന്നു നമ്മുടെ നാട്ടില്. ഇപ്പോ അതില്ല. കാരണം അത് നിന്നെയൊക്കെ പോലുള്ള സ്ത്രീവർഗത്തിന്റെ അഴിഞ്ഞാട്ടം കൊണ്ട് നിർത്തലാക്കി. ഒരു മൊബൈൽ ഫോൺ കയ്യിലുണ്ടെങ്കിൽ വീഡിയോ എടുത്തിട്ട് ആരെയും തറ പറ്റിക്കാമെന്നുള്ള വില കുറഞ്ഞ ദുഷിച്ച ചിന്താഗതി ഉണ്ടല്ലോ, അത് ഒരൊറ്റ ചിതയിൽ ഒതുങ്ങി. ഒരു പാവം പിടിച്ചവന്റെ ജീവൻ എടുത്തുകൊണ്ട് അവള് ജയിൽവാസം അനുഭവിച്ചപ്പോ ഒരുമാതിരി തലതെറിച്ച ഐറ്റങ്ങളെല്ലാം ഒന്ന് ഒതുങ്ങിയതാ. അപ്പോഴാ നിന്റെ ഈ പുതിയ വീഡിയോയും കൊണ്ടുള്ള വരവ്. ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ നിനക്കെങ്ങനെ തോന്നുന്നു? അല്ല, ഈ സോഷ്യൽ മീഡിയയിൽ നീയൊക്കെ എന്ത് പേക്കൂത്ത് കാണിച്ചാലും അതൊക്കെ ജനങ്ങളങ്ങ് വിശ്വസിക്കും എന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? സർവേശ്വരൻ എന്നൊരാള് ഇതെല്ലാം കണ്ടുകൊണ്ട് മുകളിലിരിക്കുന്നുണ്ടെന്ന കാര്യം ഇനിയെങ്കിലും എന്റെ മോളൊന്ന് ഓർത്താ നന്ന്. അല്ല, എന്തായിരുന്നു നീ ഇതിനു മുമ്പ് എന്നെ കണ്ടപ്പോ പറഞ്ഞത്? താലി കെട്ടിയവനിൽ അവകാശമുണ്ട്, ഒരു കോടതിക്കും അത് കണ്ടില്ലാന്ന് നടിക്കാനാവില്ല, നിയമപരമായി ഭാര്യയും ഭർത്താവുമാണ്. എല്ലാം ശരി തന്നെ. എന്ത് നിയമങ്ങൾ പറഞ്ഞാലും മനസ്സുകൊണ്ടൊരു പൊരുത്തമില്ലെങ്കിൽ ആ ബന്ധത്തിന് എന്ത് പ്രസക്തി ഉണ്ടടി? താലി കെട്ടിയ ഭർത്താവിന്റെ കഴുത്തില് നിയമത്തിന്റെ കുരുക്കണിയിക്കാൻ നോക്കിയ നിന്നിലെ ഭാര്യയെ ഞാൻ നമിക്കുന്നു. ഈ രീതിയിലും ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്ന ഭാര്യമാരുണ്ടല്ലോ. തടഞ്ഞു നിർത്തി ആക്ഷേപിക്കാനായിട്ട് ഒരുങ്ങിക്കെട്ടി വന്നിരിക്കുവാണല്ലേ? എന്നാ പിന്നെ എനിക്ക് എന്റെ വഴി നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നിക്ക്. നിന്റെ വഴി എന്താണെന്ന് നീ പറയാതെ തന്നെ എനിക്കറിയാം. നിങ്ങളെപ്പോലുള്ളവരുടെ ആയുധം മൊബൈലാണല്ലോ. പിന്നെ അത് ഉപയോഗിക്കാനുള്ള സോഷ്യൽ മീഡിയ എന്ന പ്ലാറ്റ്ഫോം. പക്ഷെ ആ കൺകെട്ട് പരിപാടിയൊക്കെ ജനം മടുത്തു മോളെ. നിന്റെയൊക്കെ പേക്കൂത്തിന് ലൈക്കും കമന്റും അടിച്ച് നിന്റെയൊക്കെ വിഴുപ്പ് ചുമക്കുന്ന പരിപാടി മൊത്തത്തിൽ ആളുകൾ അങ്ങ് വെറുത്തു. ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി, ലൈക്കിനും ഷെയറിനും വേണ്ടി വീട്ടിലുള്ള അച്ഛനെയും അമ്മയും, എന്തിന് സുഖമില്ലാത്ത മുത്തശ്ശനെയും മുത്തശ്ശിയും വരെ പട്ടിണിക്കിട്ട് ദ്രോഹിക്കുന്ന വീഡിയോ വരെ നീയൊക്കെ ചെയ്തു തുടങ്ങിയപ്പോ ജനം നിന്നെയൊക്കെ വെറുത്തു. ഇനി വരാൻ പോകുന്നത് നിന്നെ പോലുള്ളവരെയൊക്കെ ജനം കല്ലെറിയുന്ന ഒരു ദിവസമാണ്. ഇങ്ങനെയാണ് നിന്റെയൊക്കെ പോക്കെങ്കിൽ അതിനി ഒരുപാട് താമസമൊന്നും വേണ്ടി വരില്ല.